ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഗണിതം മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ഭിന്നസംഖ്യകൾ. പുതിയ ബുക്കാണ് അല്ലേ, 2024 മാറിയ ബുക്കാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററായ ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കുന്നത് കേട്ടോ. ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത് എന്താണ്? മടങ്ങും ഗുണനവുമാണ് കേട്ടോ. അപ്പോൾ ഗുണനെ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് നമുക്കറിയാം അല്ലേ. അപ്പോൾ മടങ്ങ് എങ്ങനെയാന്ന് നോക്കാം. എങ്ങനെയാണ്? ഒരു പാക്കറ്റിൽ 2 കിലോഗ്രാം പഞ്ചസാര. ഇത്തരം 4 പാക്കറ്റിൽ ആകെ എത്ര കിലോഗ്രാം ഉണ്ടാവും? സാധാരണ ഒരു പാക്കറ്റിൽ 2 കിലോഗ്രാം പഞ്ചസാര ആണെങ്കിൽ 4 പാക്കറ്റ് എത്ര ആയിരിക്കും? 2 × 4 8 ചെയ്താൽ മതി അല്ലേ. അപ്പൊ 8 ആണെന്ന് നമുക്കറിയാം അല്ലെ. പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്? അടുത്തത് എന്താണ്? 1/2 കിലോഗ്രാം പാക്കറ്റുകളാണെങ്കിലാണ് ചോദിച്ചത്. അപ്പൊ 1/2 കിലോഗ്രാം പാക്കറ്റുകൾ 4 എത്രയാണെന്ന് ചോദിച്ചത്. അപ്പൊ എത്ര? 1/2 × 4 ചെയ്യാം നമുക്ക്. അപ്പൊ 1/2 × 4 ചെയ്താൽ നമുക്ക് നോക്കൂ, 1/2 × 4 ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 1 × 4 എന്ന് എഴുതാം അല്ലെ. അപ്പൊ 1 × 4/2. ഓക്കെ, അപ്പൊ എന്തായിരിക്കും? 1 × 4 പറഞ്ഞാല് 4 അല്ലെ. 4/2 വരും. ഓക്കെ, 4/2 എത്രയാണ്? 4 ഹരിക്കണ 2 എത്രയാണ്? 2 ആണ് ഉത്തരം. അപ്പൊ നമ്മളെ ഉത്തരം എന്താണ്? 2. ഓക്കെ, 2 ആയിരിക്കും. അപ്പം ആരോട് നമ്മളെന്താണ് 4 കിലോഗ്രാം ഇന്ത്യ ചെയ്താൽ എന്താ കിട്ടുക? 2 അല്ലേ. അപ്പം 4 മടങ്ങ് അല്ലെ. 1/2 കിലോഗ്രാമിന്റെ 4 മടങ്ങ് പറയുമ്പോൾ 1/2 × 4 ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ ചെയ്യുന്ന എന്താണ്? 1/4 3 മടങ്ങ് എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ 1/4 അല്ലെ 1/4 3 മടങ്ങ് പറഞ്ഞാല് 1/, എങ്ങനെ ചെയ്യാം നമുക്ക്? അപ്പൊ ഇവിടെ 1/4 3 മടങ്ങ് പറയുമ്പോൾ 1/4 × 3 ചെയ്യാം. അപ്പൊ 1/4 × 3 നമുക്ക് എങ്ങനെ എഴുതാം? മുകളിലത്തെ 2 ഇൻറ്റു അല്ലെ. 1 × 3 എഴുതുക /4 അല്ലെ. അപ്പൊ 1 × 3 എത്രയാണ്? 1 × 3 3 അല്ലെ. 3 പിന്നെ ബൈ അല്ലെ. ബൈ എത്രയാ? 4 അല്ലെ. അപ്പൊ 3/4 കണ്ടോ. അപ്പൊ 1/4 3 മടങ്ങ് എന്ന് പറയുന്നതാണ് 3/4. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇൻറ്റു ചെയ്യാണ് വേണ്ടത്, ഗുണിക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പൊ 1/4 × 3 ഉള്ളത് എന്താണ്? മുകളിലത്തെ 2 ഇൻറ്റു ചെയ്യുക. 1 × 3/4. അപ്പൊ 1 × 3 പറഞ്ഞാൽ 3 പിന്നെ 4 എന്ന് എഴുതുക. അപ്പം 3/4 വരും. അപ്പൊ 1/4 3 മടങ്ങ് പറഞ്ഞാൽ എത്രയാണ്? 3/4 കേട്ടോ. ഓക്കെ, നോക്കൂ. പിന്നെ ഇവിടെ ഇരുന്ന് എന്താണ്? 1/4 മീറ്റർ നീളമുള്ള 5 ചരടുകൾ അറ്റത്തോടറ്റം ചേർത്ത് വെച്ചാൽ എത്ര നീളമാകുന്നു? 1/4 മീറ്റർ നീളമുള്ള അല്ലെ. അപ്പൊ 1/4 മീറ്റർ നീളമുള്ള എന്ന് പറയുമ്പോ എത്രയാണ്? 5 മീറ്റർ ആണ് അല്ലെ. അപ്പൊ 4 × 5 അല്ലെ. 4 പറഞ്ഞാൽ എന്താണ്? 1/4 അല്ലെ. അപ്പൊ 1/4 5 മടങ്ങാണ് ഇവിടെ വരുന്നത് അല്ലെ. അപ്പൊ 1/4 × 5 ചെയ്യാം. ഓക്കെ, അപ്പൊ 1/4 × 5 ചെയ്താൽ എന്ത് കിട്ടുക? 1/4 × 5 ഇവിടെ കണ്ടില്ലേ. അങ്ങനെ ചെയ്യുമ്പോ നമുക്ക് 1 × 5 അല്ലെ. 1 × 5/4 എന്ന് എഴുതാം. അപ്പൊ 5/4 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 5/4 നമുക്ക് ഡിവൈഡ് ചെയ്യാം. 5 ഹരിക്കണം 4. 5 ഹരിക്കണം 4 എങ്ങനെ ചെയ്യാ? 5ൽ എത്ര 4 ഉണ്ട്? 1 അല്ലെ. അപ്പൊ 1 1 4 4 അല്ലെ. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതുക? പിന്നെ 5 ൽ 4 പോയാല് 1 അല്ലെ. അപ്പൊ ഇങ്ങനെ കിട്ടുക നമുക്ക് അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതുക? ആദ്യം ഈ മുകളിലുള്ള ഈ നമ്പർ ഉണ്ടല്ല, ആ മുകളിലത്തെ നമ്പർ ആദ്യം എങ്ങനെ എഴുതുക നമ്മള്? ഈ മുകളിലുള്ള ഈ നമ്പർ ആദ്യം എഴുതുക. ഈ മുകളിലുള്ള ഈ നമ്പറാണ് ആദ്യം എഴുതേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ എന്താക്കുക? നടുക്കായിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കുക. ഓക്കെ, പിന്നെ ഈ അടിയത്തെ ഈ നമ്പറില്ലേ നമുക്ക് റിമൈൻഡർ, ഇത് കോഷ്യന്റ്, ഇത് റിമൈൻഡർ ആണ് അല്ലെ. അപ്പൊ എന്താണ്? ഈ നമ്പർ എന്താക്കുക? ഇവിടെ എഴുതുക ഇതിന്റെ മുകളില്. പിന്നെ ഈ സൈഡിലുള്ള ഈ നമ്പർ എന്താണ് എഴുതുക. കണ്ടോ? അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? 1/4 × 5 എന്നുള്ള 5/4 നമ്മള് ഇങ്ങനെ 1/4 എന്നുള്ളത് ഇതിലേക്ക് എഴുതുന്നത് ഇങ്ങനെയാണ്. കണ്ടോ? ഈ 1/4 എഴുതി എങ്ങനെയെന്ന് മനസ്സിലായോ? ആദ്യം നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത ശേഷം നമ്മൾ എന്താക്കുക? മുകളിലത്തെ ഈ നമ്പർ എന്താക്കുക? ആദ്യം എഴുതുക. ഇവിടെ ഈ 3 ആണെങ്കിൽ 3 എന്ന് പറഞ്ഞാൽ എഴുതുക. എന്നിട്ട് നടുക്കൊരു വര വരച്ചിട്ട് ഈ അടിയത്തെ ഈ നമ്പർ എന്താണ് അത് എഴുതുക പിന്നെ ഈ സൈഡിലത്തെ നമ്പർ കേട്ടോ. അങ്ങനെയാണ് ഈ മിക്സഡ് ഫ്രാക്ഷൻ, അതായത് ഈ സംഖ്യയിലേക്ക് വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ഇനി അടുത്ത ചോദ്യമാണ് ഇവിടെ വരുന്നത് കേട്ടോ. നോക്കൂ, 1/4 കിലോഗ്രാം വീതം ഭാരമുള്ള 2 കഷ്ണം മത്തങ്ങയുടെ ആകെ ഭാരം എത്ര കിലോഗ്രാം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 1/4 കിലോഗ്രാം വീതം ഭാരമുള്ള 2 കഷ്ണം മത്തങ്ങ അല്ലെ. അപ്പൊ 1/4 × 2 അല്ലെ. അപ്പൊ 1/4 × 2 എന്ന് പറയുമ്പോ എത്രയാ? 1/4 പറയുമ്പോ 1/4 അല്ലെ. 1/4 × 2 അല്ലെ. 1/4 × 2 എത്രയാണ്? 1/4 × 2 എന്ന് പറയുമ്പോ എന്താണ്? 1 × 2 2 അല്ലെ. 2 പിന്നെ അടിയത്തെ സംഖ്യ എഴുതുക അല്ലെ. 2/4. 2/4 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ചെറുതാക്കി കൂടെ? 2നെയും ചെറുതാക്കാം 4നെയും ചെറുതാക്കാം അല്ലെ. അപ്പൊ 2നെ ചെറുതാക്കിയ പകുതിയാക്കിയ എന്താ?
രണ്ടിനെയും പകുതിയാക്കാം, നാലിനെയും പകുതിയാക്കാം അല്ലെ. അപ്പൊ രണ്ടിന്റെ പകുതി എത്രയാണ്? 1 അല്ലെ. ബൈ 4ന്റെ പകുതി എത്രയാണ്? 2 അല്ലെ. അപ്പൊ 1/2. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക അല്ലെ. അപ്പൊ 1/4 കിലോഗ്രാം വീതം ഭാരമുള്ള 2 കഷ്ണം മത്തങ്ങയുടെ ആകെ ഭാരം എത്ര കിലോഗ്രാം ചോദിച്ചു? അപ്പൊ 1/2 കിലോഗ്രാം അല്ലെ. ഇനി 4 കഷ്ണങ്ങളുടെ ഭാരം ചോദിച്ചു. 1/4 കിലോഗ്രാം ഉള്ള 4 കഷ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 1/4 ഇൻറ്റു 4 കഷ്ണം അല്ലേ പറഞ്ഞിരിക്കുന്നത്? 4 അല്ലെ. 1/4 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1 ഇൻറ്റു 4 എന്താണ്? 4. മുകളിലത്തെ അത് ഇൻറ്റു ചെയ്യുക, ബൈ പിന്നെ അടിയത്തെ സംഖ്യ എഴുതുക അല്ലെ, 4. അപ്പൊ 4/4, 4 ഹരിക്കണം 4 എന്താണ്? 1 അല്ലെ. അപ്പൊ 1 എന്നായിരിക്കും നമുക്ക് അതിന്റെ ആൻസർ അല്ലെ. ഇനി അടുത്ത എന്താ? 6 കഷ്ണമായവരാന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ 6 കഷ്ണമാണെങ്കിൽ നമുക്ക് 4 ഇൻറ്റു 6 അല്ലെ, 1/4 ഇൻറ്റു 6 ചെയ്യാം അല്ലെ. അപ്പൊ ടീച്ചർ ഇവിടെ സ്ഥലമില്ല, അപ്പം ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഒന്നാമത്തെ ആൻസർ ഞാൻ വരുന്നത് അല്ലെ. അപ്പൊ 6 കഷ്ണമാണ് അല്ലെ, 1/4 കിലോഗ്രാം തന്നെ അല്ലെ. അപ്പൊ 1/4 ഇൻറ്റു 6 അല്ലെ. അപ്പൊ 6 വരും. അപ്പൊ എന്താ എങ്ങനെ ചെയ്യാം നമുക്ക്? 1 ഇൻറ്റു 6 എന്ന് പറയുമ്പോ 6 അല്ലെ. 6 പിന്നെ ബൈ ഈ 4 എഴുതുക അല്ലെ. അപ്പൊ 6/4. 6/4 നമുക്ക് പകുതിയാക്കി കൂടെ എഴുതാം അല്ലെ. 6ന്റെ പകുതി എത്രയാണ്? 3 അല്ലെ. 4ന്റെ പകുതി എത്രയാണ്? 2. ഓക്കെ, അപ്പൊ 3/2 എഴുതാം. ഇനി നമുക്ക് എന്താക്കാം? മോളത്തെ സംഖ്യ വലുതാണ് അല്ലെ. അടിയത്തെ സംഖ്യന്റെ മോളത്തെ സംഖ്യ എന്താ? വലുതാ. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലെ, ഹരിക്കുക. അപ്പൊ നമുക്ക് ഹരിക്കുമ്പോ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഹരിക്കണം 2 ഹരിക്കണം 2 അല്ലെ. അപ്പൊ 3 ഹരിക്കണം 2 എത്ര? 3 എത്ര 2 ഉണ്ട്? 1 അല്ലെ. അപ്പൊ 1, 2 അല്ലെ. അപ്പൊ 3 2 കുറച്ച് എത്രയാ? 1 അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് ഈ 3/2 നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം മുകളിലുള്ള ഈ സംഖ്യ അങ്ങോട്ട് എഴുതുക അല്ലെ, 1. പിന്നെ എന്താ? നടുക്കായിട്ട് വരച്ചിട്ട് പിന്നെ എന്താണ്? ഈ അടിയിലുള്ള സംഖ്യ എന്താ? 1, അതിവിടെ മുകളിൽ എഴുതുക. പിന്നെ ഇവിടെ സൈഡിലുള്ള സംഖ്യ എന്താ? 2 അല്ലെ. ആ 2 ഇവിടെ എഴുതുക. അപ്പൊ നമുക്ക് എന്താ ഉത്തരം കിട്ടിയത്? 1.5 അല്ലെ. അപ്പം 1/4 കിലോഗ്രാം ഭാരമുള്ള എന്താണ് 6 കഷ്ണമാക്കിയാല് ആ മത്തങ്ങയുടെ ഭാരം എത്രയാണ്? 1.5 കിലോ അല്ലെ. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം നമുക്ക്. ഒരു കപ്പിൽ 1/3 ലിറ്റർ പാൽ നിറയ്ക്കാം. ഒരു കപ്പിൽ എന്താണ്? 1/3 ലിറ്റർ പാൽ നിറയ്ക്കുക. അപ്പൊ 1/3 ലിറ്റർ പാൽ നിറയ്ക്കുക ഒരു കപ്പിലും. അപ്പൊ ഒരു കപ്പ് ഇതാ അവിടെ, ഒരു കപ്പ് നമുക്ക് ഇവിടെ വരയ്ക്കുക അല്ലെ. അപ്പൊ ഒരു കപ്പിൽ എത്ര പറഞ്ഞാൽ? 1/3 ലിറ്റർ പാൽ നിറയ്ക്കുക. പിന്നെയോ 2 കപ്പിലാകെ എത്ര ലിറ്റർ പാൽ നിറയ്ക്കാന്ന് വെച്ചിരിക്കുന്നത്? അപ്പൊ 1/3 അല്ലേ. അപ്പൊ 1/3 എന്ന് പറയുമ്പോ എന്താണ്? 1/3 അല്ലെ. അപ്പൊ 1/3 വരുന്നത് അല്ലെ. അപ്പൊ 1/3 ലിറ്റർ പാലാണ് നിറയ്ക്കുന്നത്. അപ്പൊ 2 കപ്പിലാകെ എത്ര ലിറ്റർ പാൽ നിറയ്ക്കാന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു കപ്പിൽ 1/3 ലിറ്റർ പാൽ നിറയ്ക്കുക. 2 കപ്പിലാകെ എത്ര ലിറ്റർ നിറയ്ക്കുക? അപ്പൊ 1/3 ഇൻറ്റു 2 ചെയ്യാം അല്ലെ. അപ്പൊ എന്താ നമുക്ക് കിട്ടുക? 1 ഇൻറ്റു 2 2/3 അല്ലെ. അപ്പൊ 2/3 ആണ് 2 കപ്പിലാകെ എത്ര ലിറ്റർ പാൽ നിറയ്ക്കുക അല്ലെ. അപ്പൊ 2/3 നിറയ്ക്കുക അല്ലെ. 2/3 ലിറ്റർ പാല് നിറയ്ക്കുക അല്ലെ. ഇനി 4 കപ്പിലാണെങ്കിലോ എന്ന് ചോദിച്ചിരിക്കുക. അപ്പൊ 1/3 ഇൻറ്റു 4 ചെയ്യുക. അപ്പൊ 1/3 ഇൻറ്റു 4 എത്രയാ നമുക്ക് ചെയ്യുക? 1/3 ഇൻറ്റു 4 4/3 എഴുതാം അല്ലെ. 1 ഇൻറ്റു 4 അപ്പൊ 4 ബൈ അടിയത്തെ സംഖ്യ എന്താണ്? 3 അല്ലെ. അത് എഴുതാം. അപ്പൊ 4/3 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഹരിക്കുക അല്ലെ. അപ്പൊ 4 ഹരിക്കണം 3 ചെയ്യാം. അപ്പൊ എന്താണ്? 1 അല്ലെ. ഒരു 3 എഴുതിവിടെ അല്ലെ. ദെൻ എത്ര വരിക? 4 3 കുറച്ചാൽ 1 അല്ലെ. അപ്പൊ നമുക്ക് എന്താ എഴുതാ? മുകളിലത്തെ സംഖ്യ ആദ്യം എഴുതുക അല്ലെ. പിന്നെ നടുക്കൊരു വര വരയ്ക്കുക. പിന്നെ ഈ അടിയിലുള്ള സംഖ്യ എന്താണ് അത് എഴുതുക. പിന്നെ ഈ സൈഡിലുള്ള സംഖ്യ. അപ്പോൾ 1/3 ലിറ്റർ പാലെന്തായിരിക്കും? ഈ 4 കപ്പിലായിട്ട് നിറയ്ക്കുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 3/4 മീറ്റർ വീതം നീളമുള്ള 4 കഷ്ണ നാടയുടെ ആകെ നീളം എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചത്. 3/4 മീറ്റർ വീതം നീളമുള്ള 4 കഷ്ണ നാടയുടെ ആകെ നീളം എത്ര മീറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 3/4 മീറ്റർ നീളം എന്ന് പറയുമ്പോൾ എത്രയാണ്? നമുക്കറിയാം 3/4 ആണല്ലേ അല്ലെ. അപ്പൊ 3/4 മീറ്റർ നീളം എന്ന് പറയുമ്പോൾ 3/4 എന്ന് പറയുമ്പോൾ 3/4, 4 പറയുമ്പോൾ 1/4 അല്ലെ. അരാന്ന് പറയുമ്പോൾ 1/2, 3/4 പറയുമ്പോൾ 3/4 അല്ലെ. ഇത്രയും മീറ്റർ നീളം ഉള്ള 4 കഷ്ണ നാടയുടെ അല്ലെ. അപ്പൊ 4 കഷ്ണമാണ് അല്ലെ. അപ്പൊ ഇൻറ്റു 4 എന്ന് ചെയ്യാം നമുക്ക്. അപ്പൊ നമുക്ക് എത്ര ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് 3/4 അല്ലെ. 3/4 ഇൻറ്റു 4. ഒന്നെങ്കിൽ നമുക്ക് ക്യാൻസലേഷൻ മെത്തേഡ് ചെയ്യാം. ഈ 4 അടിയത്തെ 4 മുകളിലത്തെ 4 അങ്ങോട്ട് വെട്ടിപ്പോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 1 ഇവിടെ 1 അല്ലെ. അപ്പൊ 3 അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം 3.
അല്ലെങ്കിൽ നമുക്ക് വേറെ മെത്തേഡിൽ ചെയ്യാം. 3/4 അല്ലേ ഇരുന്നോ, 3/4 ഇൻറ്റു 4 അല്ലേ. അപ്പം മുകളിലത്തെ അങ്ങോട്ട് ഇൻറ്റു ചെയ്യുക അല്ലേ. മുകളിലത്തെ ഇൻറ്റു ചെയ്താൽ 3 × 4 എത്രയാ? 12 കിട്ടും അല്ലേ. 12/4 ഓക്കെ, 12/4 കിട്ടും. പിന്നെ 12/4 ഇതിൽ എന്താ പകുതിയാക്കാം അല്ലേ, 6/2 കിട്ടും അല്ലേ. 12 പകുതിയാക്കാം, 4 പകുതിയാക്കാം അല്ലേ. അപ്പോൾ 12 പകുതിയാക്കിയാൽ 6 അല്ലേ. പിന്നെ 4 പകുതിയാക്കി എത്രയാ? 2 അല്ലേ. പിന്നെയോ ഇനിയും പകുതിയാക്കിയൂടെ, 6 പകുതിയാക്കിയൂടെ, പകുതിയാക്കാം അല്ലേ. 6 പകുതി എത്രയാ? 3 അല്ലേ. 1 പകുതി എത്രയാ? 1 അല്ലേ. അപ്പം നമുക്ക് 3/1 എന്ന് പറഞ്ഞാൽ എത്രയാ? 3 കണ്ടോ. അപ്പോൾ 3 തന്നെ നമുക്ക് ഇവിടെ കിട്ടി. ഇവിടെ 3 അല്ലേ നമുക്ക് കിട്ടിയത്, അതേപോലെ തന്നെ 3 അല്ലേ. അപ്പോൾ നമുക്ക് ഈ മെത്തേഡിൽ ക്യാൻസലേഷൻ മെത്തേഡിലും ചെയ്യാം. ഞാൻ നേരത്തെ ഇങ്ങനെ ഇൻറ്റു ചെയ്തിട്ട് പകുതിയാക്കി ലാസ്റ്റ് ഈ 3ലേക്ക് എത്തിക്കുക അല്ലേ. ഏതാ എളുപ്പം വെച്ചാൽ നിങ്ങൾ ചെയ്യാം കേട്ടോ. ദെൻ അടുത്ത എന്താണ് അതിൽ വരുന്ന 5 കഷ്ണമായവരെന്ന് ചോദിച്ചിട്ട് അല്ലേ. 3/4 മീറ്റർ നീളമുള്ള 4 കഷ്ണം നാടയുടെ ആകെ നീളം എത്ര മീറ്ററാണെന്ന് ചോദിച്ചിട്ട് അത് നമുക്ക് 3 മീറ്റർ നീട്ടില്ലേ. അതപ്പോൾ 3 മീറ്ററാണ് നമുക്ക് കിട്ടാട്ടത്. ദെൻ അടുത്ത 5 കഷ്ണമാണെങ്കിലാന്ന് ചോദിച്ചത്. അപ്പോൾ 3/4 × 5 ചെയ്യാം. അപ്പോൾ 3/4 × 5 ചെയ്യാം നമുക്ക് അല്ലേ. അപ്പം 3/4 അല്ലേ. 3/4 × 5 ചെയ്യാം. അപ്പം എന്ത് കിട്ടും നമുക്ക്? 3 × 5 എത്രയാ? 15 അല്ലേ. അപ്പോൾ 15/4 അല്ലേ. 15/4 എങ്ങനെ ചെയ്യാം? നമുക്ക് ഹരിക്കാം നമുക്ക് അല്ലേ. 15 ഹരിക്കണം 4 എത്രയാണ്? ഒന്ന് ചെയ്ത് നോക്കിയേ. ഓക്കെ, അപ്പോൾ 15/4 എങ്ങനെയാ? 3 4 12 അല്ലേ. അപ്പോൾ ഇവിടെ 12 എഴുതുക. പിന്നെന്താണ്? 5 2 പോയാൽ എത്രയാണ്? 3 അല്ലേ. 1 പോയാൽ 0 അല്ലേ. അപ്പോൾ ഇവിടെ 3 കിട്ടി. ദെൻ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? അപ്പോൾ ഞാൻ പറഞ്ഞെന്താ, മോളത്തെ ഈ സംഖ്യ ആദ്യം എഴുതുക. അപ്പോൾ 3. പിന്നെന്താണ്? നമുക്ക് നടുക്കൊരു വര വരയ്ക്കുക. പിന്നെ ഈ അടിയത്തെ സംഖ്യ ഏതാണ് അത് എഴുതുക. പിന്നെ ഈ സൈഡത്തെ സംഖ്യ എഴുതുക. കണ്ടോ. അപ്പോൾ 3/4 അല്ലേ. അപ്പം അങ്ങനെ എഴുതാട്ടെ നമുക്ക്. ദെൻ അടുത്ത ചോദ്യം എന്താണ്? അപ്പം 3/4 അല്ലേ. 3/4 എത്ര? 5 കഷ്ണം അല്ലേ പറഞ്ഞ്. 5 കഷ്ണമാക്കിയാൽ 3/4 മീറ്റർ നീളമുള്ള 5 കഷ്ണം ഇതിൻ്റെ ആകെ നീളം എത്ര മീറ്ററാന്ന് ചോദിച്ചാൽ എത്രയാണ്? 3/4 മീറ്റർ എന്ന് എഴുതാം കേട്ടോ. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം എന്താണ്? ഒരു കളിസ്ഥലത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കാൻ 1/4 മണിക്കൂർ സമയം വേണം. ഇതേ വേഗത്തിൽ 4 പ്രാവശ്യം നടക്കാൻ എത്ര സമയം വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയാണ്? 1/4 × 4 ചെയ്യുക അല്ലേ. 1/4 × 4 ചെയ്താൽ എത്രയാണ്? 1/4 × 4 അല്ലേ. അപ്പോൾ എന്താണ്? ക്യാൻസലേഷൻ മെത്തേഡ് വേണമെങ്കിൽ ചെയ്യാം. മുകളിലും അടിയിലും 4 ആണ് അല്ലേ. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്താക്കുക? ഇത് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 1 അല്ലേ, ഇവിടെ 1. അപ്പോൾ ഇവിടെ എത്രയാണ്? 1 മണിക്കൂർ എഴുതുക. അല്ലെങ്കിൽ എന്താക്കുക? 1 × 4 4 അടിയത്തെ 4 4 അല്ലേ. 4/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ഹരിക്കണം 4 എത്രയാ? 1 തന്നെ അല്ലേ. ഇനി അടുത്ത ഇതേ വേഗത്തിൽ 4 പ്രാവശ്യം നടക്കാൻ എത്ര സമയമാണ് അല്ലേ. ഇനി എന്തായാലും അടുത്ത ചോദ്യം എന്താണ്? 7 പ്രാവശ്യം നടക്കാനെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്? 1/4 × 7 ചെയ്യുക അല്ലേ. 1/4 × 7 ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 1 × 7 7 അല്ലേ. അപ്പോൾ 7/4 അല്ലേ. 7/4 കിട്ടി. ഇനി നമുക്ക് എന്താക്കാം? അതിനെ മണിക്കൂറാക്കണം അല്ലേ. അപ്പോൾ നമുക്ക് 7 ഹരിക്കണം 4 ചെയ്യാം. 7 ഹരിക്കണം 4 ചെയ്താൽ എത്ര കിട്ടും നമുക്ക്? 1 4 4 അല്ലേ. അപ്പോൾ 7 4 പോയാൽ ഇവിടെ 3 അല്ലേ. ഓക്കെ. ഇനി ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ മുകളിലത്തെ സംഖ്യ എന്താണോ അത് ആദ്യം എഴുതുക. പിന്നെ നടുക്ക് ഇങ്ങനെ വര വരയ്ക്കുക. പിന്നെ അടിയത്തെ സംഖ്യ ഏതാണോ അത് എഴുതുക. പിന്നെ ഈ സൈഡത്തെ സംഖ്യ എഴുതുക അല്ലേ. അപ്പോൾ 1/4. ഓക്കെ. അപ്പോൾ ഇതാണ് അല്ലേ. 1/4 മണിക്കൂർ വേണം ഈ പ്രാവശ്യം നടക്കാൻ അല്ലേ. ദെൻ അടുത്ത ചോദ്യം എന്താണ്? പിന്നെ ഇവിടെ പറയുന്ന കഴിഞ്ഞില്ല ചോദ്യം. ഇനി എന്താണ്? 1/3 2 മടങ്ങ് എത്രയാണ്? അപ്പോൾ 1/3 × 2 എന്താ? 2/3 അല്ലേ. ഇവിടെ 2/3 കണ്ടില്ലേ. ഇനി എന്താണ്? 3 മടങ്ങ് ആയാലോ അല്ലേ. അപ്പോൾ 1/3 × 3 ചെയ്യുക. അപ്പോൾ 1/3 × 3 ആണെങ്കിൽ ഇവിടെ ക്യാൻസലേഷൻ മെത്തേഡ് ചെയ്താൽ ഇത് 3 ഇത് 3 കട്ട് ചെയ്യുക അല്ലേ. 1 എഴുതുക. അല്ലെങ്കിൽ എന്താക്കുക? നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ എഴുതാം കേട്ടോ. എഴുതണമെന്നില്ല. ഈ 4 മടങ്ങ് കിട്ടാൻ 1/3 കൂടി കൂട്ടിയാൽ പോരെയെന്നാ ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഒന്നും കൂടി കൂട്ടിയാൽ പോരെയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതാക്കേണ്ട 1/3 × 4 ചെയ്താൽ 4/3 അല്ലേ. 4/3 നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഈ മെത്തേഡ് കിട്ടും കേട്ടോ. ടീച്ചർ പറഞ്ഞ മെത്തേഡിൽ ചെയ്യുക. പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു കുപ്പിയിൽ 3/4 ലിറ്റർ പാൽ. ഇത്തരം 7 കുപ്പികളിൽ എത്ര ലിറ്റർ പാലുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ 3/4 × 7 ചെയ്യുക അല്ലേ. 3/4 7 മടങ്ങ് അല്ലേ. 7 മടങ്ങ് എന്ന് പറയുമ്പോൾ എന്താണ്? 3/4 × 7 ചെയ്യുക.
അപ്പോൾ 7 3 21/4 എന്ന് കിട്ടി. അപ്പോൾ 21/4 നമുക്ക് എങ്ങനെ എഴുതാം? ടീച്ചർ പറഞ്ഞ ആ മെത്തേഡ് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഇങ്ങനെ ഹരിക്കുക അല്ലേ? 21 ഡിവൈഡഡ് ബൈ ഹരിക്കണം 4 ചെയ്യാം. ഓക്കെ. അപ്പം 21 എത്ര 4 ഉണ്ട്? 5 അല്ലേ? അപ്പോൾ 5 4 20 അല്ലേ? ഓക്കെ. ദെൻ ഇനി എന്താ ചെയ്യേണ്ടത്? മൈനസ് ചെയ്യുക. 1 0 പോയോ 1, 2 2 പോയോ 0 അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 5 5 എഴുതുക അല്ലേ? ആദ്യം മുകളിലത്തെ സംഖ്യ എന്താണ് അത് എഴുതുക, ഞാൻ നടുക്ക് വരെ വരയ്ക്കുക. പിന്നെ അടിയത്തെ സംഖ്യ എന്താണോ അത് എഴുതുക, പിന്നെ ഈ സൈഡത്തെ സംഖ്യ എന്താണോ അത് എഴുതുക. ഓക്കെ. അപ്പോൾ 5 1/4 കിട്ടി. ഓക്കെ. അതെല്ലാം ഇവിടെ കിട്ടിയത് നോക്കിയേ, കണ്ടോ? 5 1/4 അല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത എന്താണ്? പിന്നെ 7 കുപ്പികളിൽ ആകെ ഇപ്പോൾ 5.25 ലിറ്റർ എന്ന് വരും അല്ലേ? 5 1/4 അല്ലേ? ഇതുപോലെ ഈ കണക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം 1/4 കിലോഗ്രാം ആണ്. ഇത്തരം 15 കട്ടകളുടെ മൊത്തം ഭാരം എത്ര കിലോഗ്രാം ആയിച്ച്? അപ്പൊ 4 × 15 ചെയ്യാം അല്ലേ? അപ്പൊ 4 × 15 1/4 × 15 ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/4 × 15 ചെയ്യുക. അപ്പൊ 1 × 15 എന്ന് പറയുമ്പോൾ 15 അല്ലേ? അപ്പൊ 15/4 അടിയത്തെ സംഖ്യ എന്താണോ അതങ്ങോട്ട് എഴുതുക. 15/4. ഈ 15/4 നമുക്ക് എങ്ങനെ എഴുതാം? 15 ഹരിക്കണം 4 ചെയ്ത് നോക്കുക. 15 ഹരിക്കണം 4 ചെയ്ത എന്താ? 3 4 12 അല്ലേ? 3 4 12. അപ്പൊ നമുക്ക് 5 2 പോയാൽ ഇവിടെ 3 കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ എഴുതാം. മുകളിലത്തെ സംഖ്യ എന്താണ്? 3 അല്ലേ? അപ്പൊ 3. പിന്നെ എന്താ എഴുതേണ്ടത്? നടുക്കൊരു വര വരയ്ക്കുക. അടിയത്തെ സംഖ്യ എന്താണോ അത് എഴുതുക. പിന്നെ ഈ സൈഡത്തെ സംഖ്യ എന്താണോ അത് എഴുതുക അല്ലേ? അപ്പോൾ 3.25 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു ഭാരം എത്ര ആയിരിക്കും അല്ലേ? അപ്പം ഇരുമ്പ് കട്ടയുടെ ഭാരം 1/4 കിലോഗ്രാം ആണെങ്കിൽ ഇത്തരം 15 കട്ടകളുടെ മൊത്തം ഭാരം എത്ര ആയിരിക്കും? 3.25 കിലോഗ്രാം അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ 16 കട്ടകളുടേതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1/4 × 16 ചെയ്യാം. അപ്പോൾ 1/4 × 16 ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/4 × 16. അപ്പോൾ 1 × 16 16 അല്ലേ? 16/4 ചെയ്യുക. 16 ഹരിക്കണം 4 എത്രയാണ്? 16 ഹരിക്കണം 4 നിങ്ങൾ ചെയ്ത് നോക്കൂ. അപ്പം എന്ത് കിട്ടും നമുക്ക്? 4 ഇത് കിട്ടും അല്ലേ? അപ്പം 4 ആയിരിക്കും. ഓക്കെ. അപ്പോൾ 16 കട്ടകളുടെ ഭാരം എത്ര ആയിരിക്കും? 4 കിലോഗ്രാം ആയിരിക്കും. ഓക്കെ. അടുത്ത ചോദ്യം എന്താ വരുന്നത് നോക്കൂ. 2 മീറ്റർ നീളമുള്ള കുറേ കമ്പികൾ ഓരോന്നും ഒരേ നീളമുള്ള 5 ഭാഗങ്ങളായി മുറിച്ചു. 2 മീറ്റർ നീളമുള്ള കുറേ കമ്പികൾ ഓരോന്നും ഒരേ നീളമുള്ള 5 ഭാഗങ്ങളായി മുറിച്ചു. അപ്പോൾ ഓരോ കഷ്ണത്തിന്റെയും നീളം എത്ര മീറ്റർ ആണ് വെച്ചിരിക്കുന്നത്? അപ്പൊ 2/5 അല്ലേ? അപ്പൊ എന്താണ്? 2 മീറ്റർ നീളമുള്ള കുറേ കമ്പികൾ ഓരോന്നും എന്താണ്? 5 ഭാഗങ്ങളായി മുറിച്ചതാണ് അല്ലേ? അങ്ങനെ ആകുമ്പോൾ 2 മീറ്റർ ആണ് ചേർക്കിയത്. അപ്പൊ ഇത് 2 മീറ്റർ ആണെങ്കിൽ ഇതിന് 5 ആക്കി. 1 2 3 4 5 അല്ലെ? 5 ഭാഗങ്ങളാക്കി മുറിച്ച്. അപ്പൊ ഓരോന്നിന്റെ നീളം എത്ര? ഇത് 2 മീറ്റർ അല്ലേ? അപ്പൊ 2 മീറ്റർ ആണെങ്കിൽ ഓരോ ഭാഗം എത്ര? ഇത് എത്ര ആയിരിക്കും? 2 എത്ര ഭാഗങ്ങളാക്കി മുറിച്ചത്? 5 അല്ലെ? അപ്പൊ ഒരു ഇത് എത്രയാണ്? 2/5 അല്ലെ? ഓരോ കഷ്ണത്തിലെ നീളം. ഇതും 2/5, ഇതും 2/5, ഇതും 2/5, ഇതും 2/5 അല്ലെ? അപ്പൊ ഇത് എന്താണ്? 2 മീറ്റർ നീളമുള്ള ഒരേ കമ്പി എന്താണ്? കുറെ കമ്പികൾ എന്താണ്? ഓരോന്നും ഒരേ നീളമുള്ള 5 ഭാഗങ്ങളായി മുറിച്ചു. അപ്പോൾ ഒരു കഷ്ണത്തിന്റെ നീളമാണ് പറഞ്ഞിരിക്കുന്നത് എത്ര മീറ്റർ ആണ് അല്ലേ? ഇപ്പൊ 2/5 മീറ്റർ. അപ്പൊ കുറെ കമ്പി ഉണ്ട്, അതേപോലെ കുറെ കമ്പികളുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ 4 കഷ്ണങ്ങളുടെ ആകെ എത്ര നീളം എന്ന് വെച്ചു? 4 കഷ്ണം അല്ലെ? അപ്പൊ എന്താണ്? എങ്ങനെ എഴുതാം നമുക്ക്? അപ്പൊ നമുക്ക് എന്താണ്? ഓരോ കഷ്ണത്തിന്റെ നീളം 2/5 അല്ലെ? 4 കഷ്ണങ്ങളുടെ ആകെ നീളം എത്ര? അപ്പൊ ഒരു കഷ്ണത്തിന് 2/5 അല്ലേ? അപ്പൊ 4 കഷ്ണം പറയുമ്പോൾ 2/5 × 4 ചെയ്യാം അല്ലെ? അപ്പൊ 2/5 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × 4 8 അല്ലെ? 8/5 ചെയ്താ അല്ലെ? 8/5 എന്ന് എഴുതാം. അപ്പൊ 8/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം, ഹരിക്കുക അല്ലെ? 8/5 ചെയ്യാം അല്ലെ? അപ്പൊ 8/5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു 5 5 അല്ലെ? 5 ചെയ്താ. ഇനി 8 ന്ന് 5 പോയാൽ എത്രയാണ്? 3 അല്ലെ? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1. മുകളിലത്തെ സംഖ്യ ഏതാ? 1 അല്ലെ? പിന്നെ നടുക്കൊരു വര വരയ്ക്കുക. പിന്നെ അടിയിലുള്ള സംഖ്യ എന്താണോ? 3 അല്ലെ? പിന്നെ /5 അല്ലെ? അപ്പോൾ 1 3/5 നീളായിരിക്കും അല്ലെ? അത്രയും നീളായിരിക്കും ഇത് കിട്ടുക. ഇനി 10 കഷ്ണങ്ങളുടേതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എത്ര മീറ്റർ ആണോ ചോദിച്ചത് അല്ലേ? അപ്പൊ ഇവിടെ ഓരോ കഷ്ണത്തിനും നീളം എത്ര മീറ്റർ അയച്ചപ്പോ നമുക്ക് 2/5 കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2/5 പറയുമ്പോ ഒരു കഷ്ണത്തിന് നീളം എത്ര? 2 മീറ്ററാ. അപ്പൊ 2 മീറ്റർ എന്ന് പറയുമ്പോ എത്രയാണ്? 2 മീറ്റർ പറയുമ്പോ
എത്ര 200 cm അല്ലേ, സെന്റിമീറ്ററിലേക്ക് ആക്കുക. അപ്പൊ 200/5 പറയുമ്പോൾ 40 സെന്റിമീറ്റർ. അവിടെ എത്ര മീറ്ററാന്ന് ചോദിച്ചു, അപ്പൊ 2/5 മീറ്റർ തന്നെ എഴുതിയാൽ മതി. അതേപോലെ ഇവിടെ എന്താ ചെയ്താ 1/3/5 മീറ്റർ എന്ന് എഴുതിയാൽ മതി. ഇതിന് സെന്റിമീറ്ററിലാക്കണേ ആക്കുക, പക്ഷെ അവിടെ മീറ്റർ അല്ലേ ചോദിച്ചതുകൊണ്ട് 1/3/5 മീറ്റർ എന്ന് എഴുതിയാൽ മതി. ഇനി ഇവിടെ അടുത്ത ചോദ്യം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, 10 കഷ്ണങ്ങളുടെ ചോദിച്ചത് അല്ലേ. ഇപ്പൊ 10 കഷ്ണങ്ങളുടെ എങ്ങനെയായിരിക്കും, 2/5 ഇൻറ്റു 2/5 10 ചെയ്യുക അല്ലേ. 10 കഷ്ണങ്ങളുടെ എത്ര ആയിരിക്കും, 2/5 ഇൻറ്റു 10 ചെയ്യുക. അപ്പം 20/5 അല്ലേ. അപ്പൊ 20/5 20/5 എന്ന് പറയുമ്പോൾ 20 ഹരിക്കണം 5 എന്താ 4 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 4 മീറ്റർ. ഓക്കെ, അപ്പൊ 10 കഷ്ണങ്ങളുടെ എത്രയാണ്, 4 മീറ്റർ എന്ന് കിട്ടി അല്ലേ. അത് നമുക്ക് ആൻസേഷൻ മെത്തേഡ് ചെയ്യാം അല്ലേ. ഇവിടുന്ന് ഇത് 5 എത്ര 10 ഉണ്ട്, 2 അല്ലേ. ഇവിടെ 1, ഇപ്പൊ 2 ഇൻറ്റു 2 4 അല്ലേ, അങ്ങനെ എഴുതാം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം എന്താ, 5 ലിറ്റർ പാൽ ഒരേപോലെയുള്ള 6 കുപ്പികളിൽ നിറച്ചു. എന്താണ്, 5 ലിറ്റർ പാല് ഒരേപോലെയുള്ള 6 കുപ്പികളിൽ നിറച്ചു. അങ്ങനെയാണെങ്കിൽ ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ പാലുണ്ട്, 5 ലിറ്റർ പാലല്ലേ, 6 കുപ്പികളിലല്ലേ. അപ്പൊ ഒന്നിന് എന്താണ് 5/6 ലിറ്റർ അല്ലേ. 5/6 ലിറ്റർ പാലാണ് ഒരു കുപ്പിയിലുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ 3 കുപ്പികളിൽ എത്ര പാലുണ്ട്, 5/6 ഇൻറ്റു 3 ചെയ്യാം അല്ലേ. അപ്പൊ 5/6 ഇൻറ്റു 3 അല്ലേ. അപ്പൊ 3 ചെയ്ത് എന്ത് കിട്ടും, 15/6 എന്ന് കിട്ടും അല്ലേ. 15/6 15/6 നമുക്ക് തന്നെ ചെറുതാക്കാം. ഇതില് 15 ഹരിക്കണം 6 ചെയ്ത് നോക്കാം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ചെറുതാക്കാം. അല്ലെങ്കിൽ 15 ഹരിക്കണം 6 നേരിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ 15 ഹരിക്കണം അതിന് എന്താണ് പകുതിയാക്കാൻ പറ്റൂല അല്ലെ. മുകളത്തേനെ പകുതിയാക്കാൻ പറ്റില്ല, താഴത്തിന് പകുതിയാക്കാൻ പറ്റും. പക്ഷെ രണ്ടിലും പോകണം, 2 പോയാ ഇനി 3 പോകില്ല. മുകളത്തെ 15 3 പോകും, അതുപോലെ അടിയത്തെ 6 3 പോകും അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 15 എത്ര 3 ഉണ്ട്, 5 അല്ലെ. അതുപോലെ 6 എത്ര 3 ഉണ്ട്, 2. അപ്പൊ 5/2 നമുക്ക് ഇതിനെ എഴുതാം. ഓക്കെ, 5/2 ഇതിലെഴുതാം. ഇനി 5/2 നമുക്ക് എങ്ങനെ എഴുതാം, 5 ഹരിക്കണം 2 ചെയ്യാം. അപ്പൊ 5 എത്ര 2 ഉണ്ട്, 2 അല്ലെ. 2 4. ഓക്കെ, അപ്പൊ 5 4 പോയാൽ 1 അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, മുകളിലത്തെ സംഖ്യ എന്താണോ അത് ആദ്യം എഴുതുക 2 അല്ലെ. പിന്നെ നടുക്കൊരു വര ഇറക്കിയ അടിയത്തെ സംഖ്യ എന്താണോ അത് എഴുതുക, പിന്നെ ഈ അടിയത്തത് എഴുതുക. അപ്പൊ 2 1/2 എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് എന്തിനാ എഴുതാ, ഈ 3 കുപ്പികളിൽ ആകെ എത്ര ലിറ്റർ പാലുണ്ട്, 2.5 ലിറ്റർ പാല് അല്ലെ. അപ്പൊ ഇതിന് ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാ, 2 1/2 എന്ന് എഴുതാം. ഓക്കെ, 2 1/2 ലിറ്റർ, അതായത് 2.5 ലിറ്റർ പാലാണ് 3 കുപ്പികളിലായുള്ളത്. ഈ അങ്ങനെയാണെങ്കിൽ 4 കുപ്പികളിൽ വെച്ചാൽ അപ്പോൾ ഒരു കുപ്പിയിൽ എത്രയുള്ളത് 5/6 അല്ലേ. അപ്പൊ 4 കുപ്പികളിലാണെങ്കിൽ എത്ര 5/6 ഇൻറ്റു 4 എഴുതല്ലേ. 5/6 ഇൻറ്റു 4 ചെയ്യാം. അപ്പൊ 5/6 ഇൻറ്റു 4 ചെയ്യാം. അപ്പൊ 5 4 എത്രയാണ് 20 എന്ന് എഴുതാം. അപ്പൊ 20/6 എഴുതാം. ഇതിനെ പകുതിയാക്കാം നമുക്ക് അല്ലെ. 20നെയും പകുതിയാക്കാം, 6നെയും പകുതിയാക്കാം അല്ലെ. അപ്പൊ എന്താണ് 10/3 കിട്ടും. 10/3 എന്ന് എഴുതാം നമുക്ക്. ഇനി 10/3 നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 10 ഹരിക്കണം 3 ചെയ്താൽ എന്താ കിട്ടുക നമുക്ക്, 10 ഹരിക്കണം 3 ചെയ്യാം. അപ്പം 10 എത്ര 3 ഉണ്ട്, 3 3 3 9 അല്ലേ. അപ്പൊ 10 10 9 പോയാൽ 1 അല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, നമുക്ക് ഇതിനെ മുകളിലത്തെ സംഖ്യ എന്താണോ 3 അല്ലേ, അതായത് എഴുതുക. പിന്നെ നടുക്കൊരു വര വരയ്ക്കുക, പിന്നെ അടിയത്തെ സംഖ്യ 1, പിന്നെ ഈ സൈഡിലത്തെ സംഖ്യ 3 അല്ലേ, അതങ്ങോട്ട് എഴുതുക. അപ്പോൾ 3 1/3 ലിറ്റർ പാലായിരിക്കും 4 കുപ്പികളിൽ ഉണ്ടാവുക. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ എന്താണ് ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക്